ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി ഇൻസ്പെക്ടറിൻ്റെ മുമ്പിൽ ചെന്ന് കുറേ അപേക്ഷിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കാറിൻ്റെ ബ്രേക്ക് പോയതാണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷേ ഇനി അതില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നിങ്ങളുടെ ഭർത്താവ് മനസ്സിൽ പക വെച്ച് കൊല്ലാൻ നോക്കിയത്, അതുകൊണ്ട് തന്നെ ഇവൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ പോവാന്ന് ഇൻസ്പെക്ടർ ഉറപ്പിച്ച് പറയുമ്പോഴേക്കും രേവതിയുടെ നെഞ്ചൊക്കെ കിടന്ന് പിടയുവാണ്. രേവതി കരഞ്ഞലറുന്നുണ്ട്. സർ പ്ലീസ് സർ, എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. സച്ചിയേട്ടൻ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ് രേവതി കരയുന്നുണ്ട്. കാല് പിടിച്ച് അപേക്ഷിക്കാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്താ ഈ കാണിക്കുന്നത്, കാല് പിടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനൊന്നും മിണ്ടാതിരി, ഇത് നമ്മുടെ ജീവിത പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് രേവതി വീണ്ടും കരഞ്ഞോണ്ട് ഇൻസ്പെക്ടറോട് അപേക്ഷിക്കുവാണേ. സച്ചിയേട്ടൻ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നേ ഉള്ളൂ, പക്ഷേ ഒരാളെ കൊല്ലുന്നൊരു മനസ്സൊന്നും എൻ്റെ സച്ചിയേട്ടൻ ഇല്ല. പ്ലീസ് സാർ, ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി, ഞങ്ങളുടെ ജീവിത പ്രശ്നമാണിത്, ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ് സാർ ഈ ഒരു സഹായം ചെയ്തു തരണം, ലൈസൻസ് കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് രേവതി അപേക്ഷിക്കുവാണ്. ഇൻസ്പെക്ടർ ഇതൊന്നും കേൾക്കുന്നില്ല, അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ്. രേവതി കരഞ്ഞ് കാല് പിടിച്ച് ഭർത്താവിന് വേണ്ടി ഇത്രയും അപേക്ഷിക്കുന്നത് കാണുമ്പോഴേക്കും കോൺസ്റ്റബിളുടെ മനസ്സൊക്കെ അലിയുവാണ്. രേവതി വീണ്ടും ഇൻസ്പെക്ടറെ പുറകെ നടന്ന് പറയുന്നുണ്ട്, സാർ പ്ലീസ് സാർ, എൻ്റെ സച്ചിയേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നുമില്ല, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക പ്ലീസ് സാർ എന്ന് പറഞ്ഞിട്ട് രേവതി കരഞ്ഞുകൊണ്ട് പുറകെ പോവാണ്. അപ്പോൾ കോൺസ്റ്റബിൾ ഇങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. സങ്കടം വരുന്നുണ്ട് കോൺസ്റ്റബിളിന്. അപ്പോൾ രേവതി കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, സർ സാറെങ്കിലും പറ സർ, എൻ്റെ സച്ചിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ഒന്ന് പറ, എന്നെ സാറിൻ്റെ മോളായി കണ്ട് എനിക്ക് ഈ ഒരു സഹായം ഒന്ന് ചെയ്തതാ പ്ലീസ് സാർ എന്ന് പറഞ്ഞിട്ട് രേവതി കോൺസ്റ്റബിളുടെ കാലും പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് സാർ, കാർ ഓടിച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ ലൈസൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവും, പ്ലീസ് എനിക്ക് വേണ്ടി സത്യങ്ങളൊന്നും നടന്നത് എന്താണെന്നൊന്ന് ഇൻസ്പെക്ടർ സാറിനോട് പറ എന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ അയാളുടെ കാലുപോയി പിടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി വീണ്ടും കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ മോൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ സാർ ഇതുപോലെ മിണ്ടാതെ നിൽക്കോ, കാരണം ബ്രേക്ക് ഇല്ലായിരുന്നു എന്നുള്ളൊരു സത്യം തുറന്ന് പറ സാർ, സാറിൻ്റെ ഈ കൈ ഒടിഞ്ഞത് അതുകൊണ്ടാണെന്നും പറ സാർ എന്നൊക്കെ പറഞ്ഞ് രേവതി അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അരുൺ ഇങ്ങനെ കണ്ണുരുട്ടി ആ കോൺസ്റ്റബിളിനോട് പറയരുത്, സത്യങ്ങളൊന്നും പറയരുതെന്ന് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ കിടന്നിങ്ങനെ ബഹളം വെക്കാനൊന്നും പറ്റില്ല, പുറത്തോട്ട് പോ രണ്ടുപേരും എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും പിടിച്ച് പുറത്താക്കുന്നുണ്ട് ഇൻസ്പെക്ടറെ. അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാർ ഒരു നിമിഷം സാർ എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കോൺസ്റ്റബിൾ പറയുവാണ്. കാരണം രേവതിയുടെ അവസ്ഥ കാണുമ്പോഴേക്കും ആ കോൺസ്റ്റബിളുടെ മനസ്സ് നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. കാരണം തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഇത്രയും അപേക്ഷിക്കുന്ന ആ രേവതിയെ കാണുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് അലിയുവാണ്. സത്യം തുറന്നു പറയാൻ പോകുന്ന കോൺസ്റ്റബിളിനെ കാണുമ്പോഴേക്കും അരുണാകെ വല്ലാണ്ടാവുകയാണ്. വീണ്ടും ആക്ഷൻ കാണിക്കുന്നുണ്ട്, പറയല്ലേ എന്ന്. പക്ഷേ കോൺസ്റ്റബിൾ എല്ലാ സത്യങ്ങളും ഇൻസ്പെക്ടറോട് വിളിച്ചു പറയുവാണ്. ഇവർ പറഞ്ഞതുപോലെ തന്നെ ആ കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അരുൺ നിന്ന് വയർക്കുവാണ്. ഇൻസ്പെക്ടർ അപ്പോൾ ദേഷ്യത്തിൽ അരുണിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. താൻ എന്താടോ ഈ പറയുന്നതെന്ന് കോൺസ്റ്റബിളിനോട് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട്, ആ സ്പോട്ടിൽ നിന്നും കാർ എന്നോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് അരുൺ സാറാണ്, ആ കാർ ഓടിച്ചു വരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ആ കാറിന് ബ്രേക്ക് ഇല്ലെന്ന്, എൻ്റെ കൈ ഒടിഞ്ഞത് അങ്ങനെയാണ് സാർ, ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കോൺസ്റ്റബിൾ ഉറപ്പിച്ച് പറയുമ്പോഴേക്കും പിന്നെ ഇൻസ്പെക്ടറിന് അതിലെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുകയാണ്. എന്നെ അവിടെ നിന്നും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയതൊരു മെക്കാനിക്കാണെന്നും അദ്ദേഹം ആ കാറിൻ്റെ ബ്രേക്കൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ബ്രേക്ക് വയർ കട്ടായിരിക്കുകയാണെന്നും ആരോ മനഃപൂർവ്വം തന്നെയാണ് അത് കട്ടാക്കിയതെന്നൊക്കെ കോൺസ്റ്റബിൾ പറയുമ്പോഴേക്കും സച്ചിക്ക് അത് ഭയങ്കര ഷോക്കാവുകയാണ്. മനഃപൂർവ്വം ആരായിരിക്കും ബ്രേക്ക് വയർ കട്ട് ചെയ്തെന്നാണ് പിന്നെ സച്ചിയുടെ ചിന്ത. പക്ഷേ അരുൺ ആണെങ്കിലോ അവിടെ നിന്ന് വിയർക്കുവാണ്. ഇൻസ്പെക്ടറിൻ്റെ നോട്ടത്തിൽ അരുൺ ഇല്ലാതാവുകയാണ്. താൻ എന്താടോ ഇതൊന്നും നേരത്തെ പറയാത്തതെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോഴേക്കും കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അരുൺ സാറിനോട് ഞാൻ അപ്പോൾ തന്നെ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, അപ്പോൾ സാറാണ് പറഞ്ഞത് വേറെ ആരോടും പറയണ്ട, ഇയാളുടെ ലൈസൻസ് വരെ കട്ട് ചെയ്തിരിക്കുക, ഇനി ഇത് പുറത്തിറങ്ങിയ പ്രശ്നമാവും, അതുകൊണ്ട് തന്നെ ആരും അറിയണ്ട എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്നൊക്കെ കോൺസ്റ്റബിൾ ഏറ്റു പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ പിന്നെ അരുണിനോട് പൊട്ടിത്തെറിക്കുവാണ്. എന്താടോ അരുണെ താൻ കാണിച്ചു വെച്ചിരിക്കുന്നത്, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അത് താൻ പറഞ്ഞില്ല, ഒരാൾ പറയാൻ പോയപ്പോഴേക്കും അയാളോട് പറയരുതെന്നും പറഞ്ഞു, എന്താടോ താൻ തലയും താഴ്ത്തി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അരുണിനോട് ചൂടാവുന്നുണ്ട്. തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്, പക്ഷേ താൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തനിക്കൊരാളെ ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് അയാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനാ താനിപ്പോൾ നോക്കിയെന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് അരുണിനോട്. സച്ചിയുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയുമ്പോഴേക്കും അരുൺ അത് ഒന്നുകൂടെ ഇൻസൾട്ട് ആവുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാറിന് ഇപ്പോഴെങ്കിലും സത്യാവസ്ഥ മനസ്സിലായില്ലേ, ഞാൻ ഉള്ളിൽ വെച്ച് പക തീർക്കുവാണെന്നല്ലേ സാറ് പറഞ്ഞത്, ഇപ്പം മനസ്സിലായില്ലേ ആരാണ് പക തീർക്കുന്നതെന്ന്, ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാനാ ഈ അരുൺ സാർ നോക്കിയതെന്നൊക്കെ സച്ചി ദേഷ്യത്തിൽ തന്നെ പറയുവാണ് ഇൻസ്പെക്ടറിനോട്.
അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അരുണെ താൻ ചെയ്തത് തെറ്റ് തന്നെയാ. കോടതിയിൽ പോയിട്ടാണ് ഈ സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയുന്നതെങ്കിൽ തൻ്റെ യൂണിഫോം തന്നെ തെറിച്ചാനെ. താൻ ഈ ചെയ്ത തെറ്റിന് തന്നെ ഒരാഴ്ചത്തേക്ക് ഞാൻ സസ്പെൻഡ് ചെയ്യുവാന്ന് ഇൻസ്പെക്ടർ പറയുമ്പോഴേക്കും സച്ചി ക്ലാപ്പ് ചെയ്യുവാണ്. അരുൺ അത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒന്നിച്ചു വരുവാണ്. എന്നിട്ട് കോൺസ്റ്റബിളിനോടായിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സച്ചിയുടെ കയ്യിൽ നിന്ന് സൈൻ മേടിച്ചിട്ട് ആ കാറിൻ്റെ കീ അവർക്ക് തിരിച്ചു കൊടുത്തേക്കെന്ന് പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഇൻസ്പെക്ടറിനോട്. അങ്ങനെ ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ നിന്നും പുറത്തോട്ട് പോവാണ്. അപ്പോൾ അരുണും ഇവരുടെ മുമ്പിൽ നിന്നും വേറെ റൂമിലോട്ട് പോകാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒരു മിനിറ്റ് അവിടെ ഒന്ന് നിന്നെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ വേണ്ട, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ ഒന്ന് വെറുതെ ഇരി രേവതി എന്ന് പറഞ്ഞിട്ട് അരുണിൻ്റെ അടുത്തോട്ട് പോവാണ് സച്ചി. എത്രയൊക്കെ കള്ളങ്ങൾ കെട്ടിച്ചമിച്ചാലും സത്യങ്ങൾ ഒരു ദിവസം പുറത്ത് വരും എന്നൊക്കെ സച്ചി പറയുവാണ്. എൻ്റെ അഹങ്കാരം തീർക്കും എന്നല്ലേ സാറ് പറഞ്ഞത്, ഇപ്പോൾ ആരുടെ അഹങ്കാരമാണ് തീർന്നതെന്ന് സാറ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഡയലോഗ് അടിക്കുവാണ്. അരുൺ ഇത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യം വരുവാണ് കേട്ടോ. കയ്യിൽ അധികാരം ഉണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം, അല്ലാതെ ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല അധികാരം ഉപയോഗിക്കേണ്ടതെന്ന് സച്ചി പറയുന്നുണ്ട്. എൻ്റെ ഭാര്യ അത്രയധികം കരഞ്ഞപേക്ഷിച്ചു, ഞാനും പറഞ്ഞു, എന്നിട്ട് പോലും സാറിൻ്റെ മനസ്സലിഞ്ഞില്ലല്ലോ, സത്യങ്ങൾ പുറത്തു പറയാൻ അപ്പം പോലും തോന്നിയില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്തൊരു മനസ്സാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. അരുൺ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുമ്പോഴേക്കും കോൺസ്റ്റബിൾ സച്ചിനെ വിളിച്ച് സൈൻ ഇടാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കാറിൻ്റെ കീ ഒക്കെ കൊടുക്കുമ്പോഴേക്കും രേവതി ഒരുപാട് നന്ദി പറയുന്നുണ്ട് ആ കോൺസ്റ്റബിളിനോട്. സാർ എന്നീ സത്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താവുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ, ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങൾക്ക് വളരെ വലിയൊരു സഹായമാണ് സാറ് ചെയ്തതെന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും നന്ദി പറയുമ്പോഴേക്കും കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, തനിക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത്, ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഇവളുടെ സങ്കടം കണ്ടിട്ടാന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. എത്ര അധികമാണ് തൻ്റെ ഈ ഭാര്യ ആ ഇൻസ്പെക്ടറെ മുമ്പിൽ കരഞ്ഞപേക്ഷിച്ചത്, ഇതുപോലൊരു ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണം, താൻ ഇനിയെങ്കിലും അവളെ വിഷമിപ്പിക്കാതെ നല്ലതുപോലെ നോക്കണം എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. അങ്ങനെ നന്ദി പറഞ്ഞ് രേവതിയും സച്ചിയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. സച്ചിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്, കാരണം രേവതി കാരണമാണല്ലോ തനിക്കിന്ന് ലൈസൻസ് തിരികെ കിട്ടിയത്. അതിൻ്റെ സ്നേഹവും സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒന്നിച്ചു വരുവാണ് സച്ചിക്ക്. രേവതിയെ കെട്ടിപ്പിടിച്ചും കാറിനെ കെട്ടിപ്പിടിച്ചും ഒക്കെ സച്ചി കരയുന്നുണ്ട്. എന്നിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഈ കാറിൽ കയറെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അത് മഹേഷിനെ വിട്ടെടുപ്പിക്കാവുന്നു, നീ ഇപ്പോൾ എൻ്റെ കൂടെ കാറിൽ കയറ്, ഒന്നിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണലായിട്ടാണ് സച്ചി സംസാരിക്കുന്നത്. അപ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി ഒന്നിച്ചാണ് പിന്നെ കാറിൽ പോകുന്നത്. ഒരുപാട് നന്ദിയുണ്ട് രേവതി, നീ കാരണം എനിക്ക് നീ കാർ തിരിച്ചു കിട്ടിയതെന്ന് സച്ചി പറയുന്നുണ്ട് രേവതിയോട്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഞാൻ എന്ത് ചെയ്തു, സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് സച്ചിയേട്ടൻ ഈ കാർ എന്ന് തിരിച്ചു കിട്ടിയത്, എന്നോട് നന്ദിയൊന്നും പറയല്ലേ എന്ന് രേവതി പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി, നിന്റെ നല്ല മനസ്സ് കാരണമാണ് ഇന്ന് എനിക്ക് എൻ്റെ ഈ കാർ തിരികെ കിട്ടിയതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ കാറിൻ്റെ ബ്രേക്ക് ആരോ പൊട്ടിച്ചതാണെന്നല്ലേ കോൺസ്റ്റബിൾ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാനും അതേപ്പറ്റി തന്നെയാണ് രേവതി ആലോചിക്കുന്നത്, ബ്രേക്ക് ആരായിരിക്കും പൊട്ടിച്ചത്. അപ്പോൾ രേവതിയും അതേപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ആര് പൊട്ടിച്ചാലും ശരി, എൻ്റെ കാറിൻ്റെ കീ ഇല്ലാതെ എൻ്റെ കാർ തുറന്ന് അത് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല, എൻ്റെ കാറിൻ്റെ കീ ആരോ അടിച്ചു മാറ്റിയിട്ടാണ് ഈ പണി ഒപ്പിച്ചത് രേവതി എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ച് ആരായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് ആലോചിച്ച് നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. രേവതി ചന്ദ്രക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുവാണ്. ചന്ദ്രനോട് രേവതി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് സ്റ്റേഷനിൽ നിന്നും ഞാനും സച്ചിയേട്ടനും വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കാറും ഉണ്ടാവുമെന്ന്. രേവതി അത് നേടിയെടുത്ത സന്തോഷത്തിലും അഹങ്കാരത്തോടും കൂടി ചന്ദ്രോദയത്തിലോട്ട് എത്തുവാണ്. സച്ചിയും രേവതിയും കാറിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാണ്. കാരണം അത്രയ്ക്കും ചന്ദ്ര രാവിലെ പോകട്ടാൻ നേരത്ത് സച്ചിയും രേവതിയൊക്കെ അപമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രേവതി അപ്പോൾ പറഞ്ഞ ആ കാര്യം ഇന്ന് നേടിയെടുത്ത് ചന്ദ്രയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. കൂടെ ബാമയും ഉണ്ടാവും, ചന്ദ്രയുടെ കൂടെ ബാമയുണ്ട്. കാരണം ഈ ഇവിടെ നടന്ന വിശേഷങ്ങളൊക്കെ ചന്ദ്ര ബാമയോട് വിളിച്ചറിയിക്കുന്നുണ്ട്. കാരണം കാറിൻ്റെ കീ മേടിച്ചുകൊണ്ട് പോയിട്ട് എന്തായി ഏതായി എന്നൊക്കെ അറിയാതെ ബാമയ്ക്കും ടെൻഷനായിരുന്നു. അപ്പോൾ ബാമ രാവിലെ തന്നെ ചന്ദ്രയെ വിളിക്കുമ്പോഴേക്കും ഈ വിശേഷമൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. ബാമക്ക് അത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാവുകയാണ്. അതുകൊണ്ട് തന്നെ ബാമ ചന്ദ്രോദയത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സച്ചി കാറുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവരും വീടിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവുകയെ. സച്ചി നല്ല സന്തോഷത്തിൽ രവീന്ദ്രൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ ലൈസൻസ് ക്യാൻസൽ ആയിക്കുമെന്ന് പറഞ്ഞത് ക്യാൻസൽ അയച്ചാ, എൻ്റെ കാറും അവർ തിരികെ തന്നു എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പറയുവാണ്. ചന്ദ്ര തലയും കുമ്പിട്ട് കണ്ണും താഴത്തോട്ടാക്കി നിൽക്കുവാണ് കേട്ടോ. രേവതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് ചന്ദ്രയെ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ഒരു പോലീസുകാരൻ്റെ ബൈക്കിലല്ലേ നീ കയറി ഇടിച്ചത്, അവർ കേസൊന്നും ഇല്ലാതെ നിനക്ക് കാറും തന്ന് പറഞ്ഞു വിട്ടുവെന്നോ. അപ്പോൾ ശ്രീകാന്തൻ ചോദിക്കുന്നുണ്ട്, അത് ശരിയാണല്ലോ സച്ചിയേട്ടാ, എന്താ നടന്നത് ഒന്ന് വ്യക്തമായിട്ട് പറയാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എല്ലാം ഈ രേവതി കാരണമാണ് ഭയങ്കര അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടിയും പറയുന്നുണ്ട് സച്ചി. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് രേവതി അണച്ച തെളിയിച്ചെന്ന് ഭയങ്കര അഭിമാനത്തോടെ രേവതിയെ ചേർത്ത് നിർത്തി തന്നെ സച്ചി പറയുന്നുണ്ട്.
എന്നിട്ട് സച്ചി കാര്യത്തിലോട്ട് കടക്കുവാണ്. വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് എല്ലാവരും ഹാളിൽ ഇരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയാണ് നഷ്ടമായതെന്ന് അച്ഛൻ അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ബ്രേക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വെറുതെ കംപ്ലൈൻ്റ് അല്ല, എൻ്റെ ബ്രേക്കിൻ്റെ വയറ് ആരോ മനഃപൂർവ്വം കട്ട് ചെയ്തിട്ടതാന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ബാമയുടെ മുഖമൊക്കെ വല്ലാണ്ടാവുകയാണേ. ശ്രുതി കീ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ഇതിനായിരുന്നു എന്നൊക്കെ ആലോചിച്ച് ബാമ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ആ സമയത്ത് താൻ പിടിക്കപ്പെടുമോ എന്നോർത്ത് ബാമയ്ക്ക് ടെൻഷൻ കയറുവാണ്. എൻ്റെ കാർ അന്ന് എടുത്തോണ്ടും പോയ പോലീസുകാരനില്ലേ, അയാളും ആ കാറ് എവിടെയോ കൊണ്ടുപോയി ഇടിച്ച അദ്ദേഹത്തിൻ്റെ കയ്യിനും അപകടമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യാവസ്ഥ അദ്ദേഹമാണ് ഇന്ന് പറഞ്ഞത്. ഒരു മെക്കാനിക്കിനെ വിളിച്ച് കാണിച്ചപ്പോഴേക്കും ബ്രേക്ക് വയർ ആരോ മനഃപൂർവ്വം കട്ട് ചെയ്തിട്ടതാണെന്നാ മെക്കാനിക്ക് പറഞ്ഞതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കാവുകയാണ്. ബാമ നിന്ന് പരുങ്ങുവാണ് അവിടെ നിന്ന്. എന്നിട്ട് ഇതൊന്നും എന്താടാ പോലീസുകാരൻ അന്ന് പറയാത്തതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിൻ്റെ പിന്നിലാണെച്ചാൽ വലിയൊരു ചതി ഒളിച്ചിരിക്കുന്നത്. ഞാനുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആ പോലീസുകാരനില്ലേ അരുൺ, അയാൾ പറഞ്ഞിട്ടാ ഈ കോൺസ്റ്റബിൾ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. എൻ്റെ ലൈസൻസ് കട്ടാക്കാൻ, എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വമാണ് ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. രേവതിയാണ് ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇൻസ്പെക്ടറിൻ്റെ മുമ്പിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിലും ഇത് തെളിയിച്ചതച്ചാ. ഇൻസ്പെക്ടർ അപ്പോൾ തന്നെ ആ അരുണിനെയും കോൺസ്റ്റബിളിനെയും ഒരുപാട് ചീത്തയൊക്കെ പറയുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഈ പോലീസുകാർ തന്നെ ഇങ്ങനെ ആയാൽ എങ്ങനെയാടാന്ന് ചോദിക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി കാരണമാണല്ലേ അപ്പോൾ സച്ചേട്ടൻ ഇന്ന് കാറ് തിരികെ കിട്ടിയത്. ഇനി ആരും രേവതി ചേച്ചി ഒരു സാധാരണ പോകട്ടുന്നവളാണെന്ന് പറഞ്ഞ് അപമാനിക്കില്ല. രേവതി ചേച്ചി ശരിക്കും ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞ് രേവതിയെ അഭിനന്ദിക്കുവാണ് വർഷ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര നാണക്കേടാവുകയാണ്. ചന്ദ്ര ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ലൈസൻസ് തിരികെ കിട്ടിയില്ലേ, സന്തോഷം എന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ടച്ചാന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, അതെന്താണ് സച്ചിയേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ കാറിൻ്റെ ബ്രേക്ക് വയർ പൊട്ടിയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ ഒന്നും പൊട്ടത്തില്ല. കാറിൻ്റെ കീ ഉപയോഗിച്ച് മാത്രമേ എൻ്റെ കാറ് തുറന്ന് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ എവിടെ കാറും കൊണ്ട് പോയാലും എവിടെ നിർത്തിയിട്ടാലും കാറിൻ്റെ കീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ചായ കുടിക്കാൻ വല്ല ഹോട്ടലിൽ നിർത്തിയാലോ ഫുഡ് കഴിക്കാൻ പോയാലോ കീ എൻ്റെ കൂടെ ഉണ്ടാവും. അതുമാത്രമല്ല കാർ എൻ്റെ കൺമുമ്പിൽ തന്നെയല്ലേ, അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും പെട്ടെന്ന് വന്ന് ചെയ്യാൻ ധൈര്യപ്പെടില്ല അച്ഛാ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാറ് വാഷ് ചെയ്യാൻ പോലും ഞാൻ കൊടുക്കാറില്ല, ഞാൻ തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശരിയാണല്ലോ, പിന്നെ എങ്ങനെയാണ് ആ വയറ് കട്ടായതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ആക്സിഡൻ്റ് ആവുന്നതിന് തലേ ദിവസം രാത്രി വരെ ഞാൻ വണ്ടി സുഖമായിട്ട് ഓടിച്ചിട്ടാണ് വീട്ടിലോട്ട് കൊണ്ടിട്ടത്. അന്ന് രാത്രി ആരോ എൻ്റെ കാറിൻ്റെ കീ അടിച്ചു മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അന്ന് രാത്രിയാണ് എൻ്റെ കാറിന് ആ തകരാറ് സംഭവിച്ചതെന്ന് സച്ചി പറയുമ്പോഴേക്കും ബാമ നിന്നുരുകുവാണ്. കാരണം കീ അടിച്ചു മാറ്റിയത് ബാമയാണല്ലോ. സച്ചി ഇങ്ങനെ സംശയത്തോടെ ബാമയെ നോക്കുന്നുമുണ്ട്. ബാമക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുവാണേ. ശ്രുതി ഇങ്ങനൊരു ചതി തന്നോട് ചെയ്യുമെന്ന് ബാമ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം കാറിൽ നിന്നും തൻ്റെ ഡ്രസ്സ് എടുക്കാനാണെന്നാണല്ലോ ശ്രുതി പറഞ്ഞത്. പക്ഷേ ബ്രേക്ക് വയർ പൊട്ടിച്ച് സച്ചിയോട് പക തീർക്കാനായിരിക്കുമെന്നൊന്നും ബാമ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു എന്നറിയുമ്പോഴേക്കും ബാമക്കത് ഭയങ്കര ഷോക്കാവുകയാണ്. താനാണിത് ചെയ്തതെന്ന് ചന്ദ്രോദയത്തിലുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കത് ഭയങ്കര നാണക്കേടും അപമാനവും, പിന്നെ ആ വീട്ടിൽ ഒരിക്കലും ചന്ദ്രയെ കാണാൻ പറ്റില്ലെന്നൊക്കെ ഓർത്ത് ബാമക്ക് ടെൻഷനാവുകയാണ്. ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ് എൻ്റെ കാറിൻ്റെ വയറ് ആരോ പൊട്ടിച്ചതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി അപ്പോൾ പിന്നെ അത് ആരായിരിക്കും നിൻ്റെ കീ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതാണ് എനിക്കും അറിയേണ്ടത്, അതാണ് പോയിന്റ്. ആ രാത്രി ഈ വീട്ടിലുള്ള ആരോ ആ കീ എടുത്ത് ഈ പണി പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ സച്ചി പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ബാമക്ക് ഭയങ്കര ടെൻഷനാവുകയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിലോ ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ വീട്ടിലുള്ള ആരാടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? കാറിൻ്റെ ബ്രേക്ക് വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിൻ്റെ ജീവന് തന്നെ അപകടമാണെന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വീട്ടിലുള്ളവരാരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവൻ നാട്ടിലുള്ള എല്ലാവരായിട്ട് പ്രശ്നം ഉണ്ടാക്കി നടക്കുമല്ലേ, അതിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടത്, അല്ലാതെ ഈ വീട്ടിലുള്ള ആരും ആയിരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതന്നെയാണ് ഞാൻ പറഞ്ഞത്, വെളിയിലുള്ള ആരെങ്കിലും ആയിരിക്കും ചെയ്തത്, പക്ഷേ ഈ വീട്ടിലുള്ള ആരോ ഒരാൾ താക്കോൽ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ സച്ചിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, രവിയേട്ടാ ഇവൻ എന്താ ഈ പറഞ്ഞു വരുന്നത്, ഞാൻ താക്കോലെടുത്ത് കൊടുത്തെന്നാണോ ഇവൻ്റെ മനസ്സിലെന്നൊക്കെ ചന്ദ്ര ചോദിച്ച് വെപ്രാളപ്പെടുവാണ്. ഇവൻ എന്നെ അമ്മയായിട്ടൊന്നും കണ്ടിട്ടില്ല, എനിക്കും ഇവനെ കണ്ണിന് നേരെ കണ്ടുകൂടാ, പക്ഷേ എന്നും പറഞ്ഞൊക്കെ സ്വന്തം അമ്മ തന്നെ മകൻ്റെ കാറിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചിട്ട് അവനെ കൊല്ലാൻ നോക്കുമെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും
സച്ചിയുടെ കണ്ണൊക്കെ നിറയുവാണേ. കാരണം ഒന്നുമില്ലെങ്കിലും ചന്ദ്രയുടെ വായിൽ നിന്ന് തന്നെ സ്വന്തം മകനെ അമ്മ കൊല്ലാൻ നോക്കുമോ എന്നുള്ളൊരു വാക്ക് കേട്ടല്ലോ. സച്ചിക്ക് അത് സന്തോഷം കൊണ്ട് സച്ചിയുടെ കണ്ണൊക്കെ നിറയുവാണ്. എത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും സ്വന്തം മകനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊല്ലാൻ നോക്കുന്ന പോലത്തെ ഒരു രാക്ഷസിയല്ല ഞാനെന്നൊക്കെ ചന്ദ്ര പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങനെ ടെൻഷനാവുന്നേ? ഇപ്പോൾ അമ്മയാണിത് ചെയ്തതെന്ന് ആരെങ്കിലും എന്നോട് വന്ന് പറഞ്ഞാലും അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഒരു കാലത്തും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അമ്മ ടെൻഷൻ ആവണ്ടാന്ന് സച്ചി പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സങ്കടാവുവാണ്. പക്ഷെ എന്നാലും കാറിൻ്റെ കീ ആരോ ഇവിടെ നിന്നും എടുത്തിട്ടുണ്ടെന്ന് സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് സുധിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എടാ സുധി, ഇനി നീ എങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ സുധിയേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അപ്പോൾ സുധി പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനൊരു ബിസിനസ് മാനാ. നിന്റെ കാറിൻ്റെ വയർ കട്ട് ചെയ്തിട്ട് എനിക്കെന്ത് കിട്ടാനാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓ അത് ശരിയാ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു പ്രത്യേക ധൈര്യം വേണം. ഇവൻ ആ ധൈര്യമൊന്നുമില്ല. പിന്നെ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവൻ അങ്ങനെ ചെയ്യില്ല എന്നും എനിക്കറിയാം. എന്നിട്ട് ബാമയെ എങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ബാമ ആകെ വരണ്ട് വിളറി നിൽക്കുവാണ് ബാമയുടെ മുഖമൊക്കെ. എന്നിട്ട് ബാമ സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചിക്ക് എന്താ എന്നെയാണോ സംശയം എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അന്ന് പതിവില്ലാതെ ബാമ ആൻറ്റി വൈകിട്ട് വന്നായിരുന്നുവല്ലോ. അപ്പോൾ ഇനി ബാമ ആൻറ്റി എങ്ങാനും. അപ്പോൾ ബാമ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇത് കേട്ടില്ലേ? ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യേണ്ടത്? എനിക്കെന്ത് കാര്യമിരിക്കുന്നു? അതും സച്ചി എനിക്കെൻ്റെ മോനെ പോലെയാ. അവനെ അപകടപ്പെടുത്താൻ ഞാൻ നോക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയും ചീത്ത പറയുന്നുണ്ട്, നീ എന്താടാ സച്ചി പറയുന്നത്? ബാമ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവളെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താ, 30 വർഷത്തെ സുഹൃത്താ. നീ അവളെ സംശയിക്കാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ല അമ്മേ, പാലരേട്ടത്തിക്ക് എന്നോടുള്ള ദേഷ്യം ഇരട്ടിയായിരിക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ബാമാൻറ്റിക്കാണെങ്കിൽ ഇപ്പോഴും പാലരേട്ടത്തിയോട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടെന്നും എനിക്കറിയാം. കാരണം പാലരേട്ടത്തി വിശേഷം ഉണ്ടെന്ന് ഇവിടെ വന്ന് ആദ്യം പറഞ്ഞത് ബാമാൻറ്റി അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, അന്ന് വൈകിട്ട് ബാം ആൻറ്റി, അതായത് ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ വൈകിട്ട് ബാം ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓട്ടം കഴിഞ്ഞ് വന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ബാം ആൻറ്റിയെ നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോഴേക്കും ബാം അവിടെ നിന്നും കരയുവാണ്. ചന്ദ്രേ നീ ഇത് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ പാലറേട്ടത്തി പറഞ്ഞിട്ട് ചെയ്യാലോ. എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ബാം ആൻറ്റിയെ കൊണ്ട് ആ താക്കോല് എടുപ്പിച്ചതാണെങ്കിലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ ഒന്നും മിണ്ടാതെ നിന്ന് കരയുവാണ്. സുധി അപ്പോൾ ചീത്ത പറയുന്നുണ്ട്, നീ എന്താടാ എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്തെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പറയാൻ പറ്റില്ല, അവൾ ലോക ഫ്രോഡാ. എനിക്ക് അവളുടെ സ്വഭാവം നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് എനിക്ക് അവളെ സംശയം. അവൾ വഴി ഈ ബാമ ആൻറ്റിയും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ബാമ ഒന്നും മിണ്ടാതെ കരയുന്നുണ്ട്. ഞാൻ ഇനി ഈ വീട്ടിലോട്ട് വരില്ല. ഞാൻ നിന്നെ എൻ്റെ മോനെ പോലെയാണ് കണ്ടത്. ഈ കുടുംബത്തിലെ എല്ലാവരും എൻ്റെയും കുടുംബത്തിലെ ആൾക്കാരെ പോലെ തന്നെയാണ് ഞാൻ കണ്ടത്. എന്നെ തന്നെ നീ ഇപ്പോൾ സംശയിച്ചു. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഭാമ വീട്ടിൽ നിന്നും പോവാണ്. ചന്ദ്ര സച്ചിയോട് കിടന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്, സച്ചി ഭാമ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നീ അവളെ സംശയിച്ചത് തെറ്റാണ്. നീ അവളോട് മാപ്പ് പറയണം. അവൾ എൻ്റെ കൂട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഭാമാൻറ്റി അല്ലെങ്കിൽ പിന്നെ ആര്? അപ്പോൾ പിന്നെ ഈ കുടുംബത്തിലുള്ള ആരോ ഒരാളായിരിക്കും ആ താക്കോല് കൊടുത്തത്. എനിക്ക് സംശയം ഭാമാൻറ്റിയെ തന്നെയാണ്. അത് മാറ്റാനും പോണില്ല എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോവാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.